എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കഷ്ണം കഴിച്ചാൽ പിന്നെ ഒന്നിൽ നിർത്താൻ തോന്നില്ല. അത്രയ്ക്കും ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടും കിട്ടുന്ന നമ്മുടെ സ്വന്തം ശർക്കര വരട്ടി. ഓണമൊക്കെ വരില്ലേ, എല്ലാവരും കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ ചെയ്തു നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിനു വേണ്ടി 4 പച്ചപ്പഴം എടുക്കുക. പഴം അധികം പച്ച കളറുള്ളത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. ചെറിയ ഇതുപോലെ യെല്ലോ ഷെയ്ഡ് ഉള്ളത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് വേറെ തന്നെ ടേസ്റ്റ് ആണ്. അധികം പഴുക്കുകയും ചെയ്യരുത്. പഴുത്താൽ വറുക്കുമ്പോൾ ഷേപ്പ് പോകാനും കോട്ടിംഗ് ശരിയായി കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി പഴം കട്ട് ചെയ്യാം. അതിനു മുന്നേ ആയി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവുക. പഴത്തിലെ കറ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പഴത്തിൻ്റെ 2 ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ. ഇനി പഴത്തിൻ്റെ തൊലിയെല്ലാം പൊടിച്ചെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് വരയണം. ഉള്ളിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം. പഴത്തിന്മേൽ തട്ടാതെ ശ്രദ്ധിക്കണം. പഴത്തിൻ്റെ തൊലി കളഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ 2 സ്പൂൺ ഉപ്പിട്ട് അതിൽ മുക്കി വെക്കണം പഴം. അല്ലെങ്കിൽ വേഗം കറുത്തു പോകും. അങ്ങനെ എല്ലാ പഴവും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ മുകളിലെ സ്കിന്ന് നന്നായിട്ട് ചുരണ്ടി കളയണം. ഇത് നമ്മൾ വേഗം കറുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പഴം നന്നായിട്ട് തുടച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ തിക്നെസ്സിലായിരിക്കണം. അധികം കട്ടി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികം ടൈം പുറത്ത് വെക്കാൻ പാടില്ല. വേഗം ഒരു പാൻ വെച്ച് അതിൽ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കേണ്ടത്. ഏറ്റവും ടേസ്റ്റ് കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോഴാണ്. ഓയിലും ചെയ്യാം, പക്ഷേ ഇതിന് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ്. ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എണ്ണ ചൂടായാൽ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കുക. ഒരു പകുതി ഭാഗമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായി ഇട്ട് കൊടുക്കരുത്. മുഴുവനായി ഇട്ടാൽ ഇതിന് എണ്ണയ്ക്ക് ചൂട് കുറവായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പഴം നന്നായിട്ട് കരിയുകയും അതുപോലെ തന്നെ ഉള്ളു വെന്ത് കിട്ടുകയുമില്ല. ഒരു 5 മിനിറ്റ് എങ്കിലും ഇത് വേവിക്കണം. പഴം നന്നായി വെന്ത് വരുമ്പോൾ എണ്ണ നല്ല തെളിഞ്ഞ് പതൊക്കെ മാറി നല്ല തെളിഞ്ഞ് വരികയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. പഴങ്ങൾ തമ്മിൽ ഒരു ചിരി സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി നെക്സ്റ്റ് ബാച്ചും കൂടിയിട്ട് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങളുടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് കുറച്ച് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു 300 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുന്നു. ശർക്കര നന്നായിട്ട് ഉരുകണം. ശേഷം നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഈ ഉരുക്കിയ ശർക്കര അരിച്ചു ചേർക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക. ശർക്കര പാനി ഒട്ടും ലൂസ് ആവാനും പാടില്ല. കുറുക്കി ഒരു ഒറ്റ നൂൽപ്പരുവത്തിലാവണം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താണ് ഇങ്ങനെ ആക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ഇങ്ങനെ ആയി കിട്ടിയാൽ പിന്നെ നമ്മളെ പഴം ഈ ശർക്കര പാനിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഈ ലോ ഫ്ലെയിമിലാണെന്ന് നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ശർക്കരപ്പാനിയുടെ ഈ പരുവം ആയാൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി ഇടുക. ചുക്കുപൊടിയുടെ ഫ്ലേവറാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. 2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് ചേർക്കുന്നത് ഇത് തമ്മിൽ വിട്ട് കിട്ടാനും തമ്മിൽ ഒട്ടാതിരിക്കാനും വേണ്ടിയാണ് ശർക്കര പൊടിച്ചത് ചേർക്കുന്നത്. ഓവറായിട്ട് ഇളക്കിയാൽ നമ്മളെ ശർക്കര അതിമെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഓവറായിട്ട് ഇളക്കരുത്. നമ്മുടെ ശർക്കര വരട്ടി റെഡി. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ
പഴത്തിന്റെ ടേസ്റ്റും അതിനപ്പുറം ശർക്കരയുടെയും ഏലക്കായുടെയും ചുക്കും ചേർന്ന ഒരു പ്രത്യേക രുചി. ചായയുടെ കൂടെ കഴിക്കാനും വീട്ടിൽ സ്നാക്സ് ആയി വെക്കാനും പറ്റിയ അടിപൊളി ശർക്കര വരട്ടി. ഇങ്ങനെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പിയായി ശർക്കര വരട്ടി ഉണ്ടാക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.